പരീക്ഷയുടെ പൾസ് അറിഞ്ഞ് അപ്ഡേറ്റഡ് ആയിട്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ ഒരു UPSC PSC പരീക്ഷകൾക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല. ആ വ്യക്തി വിജയിച്ച് ടോപ്പ് റാങ്ക് അടിച്ചിരിക്കും. പ്രത്യേകിച്ചും എക്കണോമിക്സ് പോലൊരു സബ്ജക്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അത്തരത്തിൽ നിങ്ങളെ ടോപ്പ് റാങ്കിലേക്ക് എത്തിക്കാൻ പോകുന്ന എക്കണോമിക്സിൽ ഒരു കറണ്ട് അഫെയർ ആണ്. ബിക്കോസ് GDP എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, ഇത് എല്ലാ പരീക്ഷകളുടെ സിലബസിനും PSC UPSC പ്രത്യേകിച്ചും സ്ഥിരമായ ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ ആണ്. ഇവിടെ വലിയൊരു മാറ്റം, ഈ ഒരു ടോപ്പിക്കിൽ വലിയൊരു മാറ്റമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമ്മൾ ഇന്ന് അതെല്ലാം വിശദമായിട്ട് ഡിസ്കസ് ചെയ്ത് അരച്ച കാലത്ത് പഠിച്ചിട്ടങ്ങ് പോകും. ഏറ്റവും ബേസ് ലെവലായിട്ട് തന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കിട്ടും കേട്ടോ. വളരെ വാല്യുബിൾ ആയിട്ടുള്ള നോട്ടാണിത്. ടെലിഗ്രാം ചാനലിലെ മെമ്പേഴ്സ് ആവുക. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡെയിലി രാവിലെ അവിടെ തരുന്ന ഫ്രീ മോക്ക് ടെസ്റ്റ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം. അതിനോടൊപ്പം ഈ PDF നോട്ടും ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം കേട്ടോ. അപ്പോ നേരെ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഞാനിപ്പം വരച്ച ഒരു ലൈൻ, ഒരു വര, ഈ വര ചെറുതാണോ വലുതാണോ? നമുക്കതിന് ഉത്തരം പറയാൻ പറ്റില്ല. നമുക്ക് ഒരു വസ്തുവിനെ ക്വാണ്ടിഫൈ ചെയ്യണമെങ്കിൽ ചെറുതാണോ വലുതാണോ അല്ലെങ്കിൽ എന്താണ് സംഭവം എന്ന് ക്വാണ്ടിഫൈ ചെയ്യണമെങ്കിൽ മറ്റൊരു സംഭവവുമായി കമ്പയർ ചെയ്തുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ഇപ്പൊ എനിക്ക് ചോദിക്കാം, ഇത് A, ഇത് B. വര A എന്ന് പറയുന്ന വര B യേക്കാളും വലുതാണോ ചെറുതാണോ? അത് ചോദിക്കാം. അതിനൊരു ലോജിക് ഉണ്ട് അല്ലെ? ഇപ്പൊ നിങ്ങൾ തന്നെ എന്തിനാ പഠിക്കുന്നത്? ടോപ്പ് റാങ്ക് അടിക്കാനാണ്. റാങ്ക് 1, റാങ്ക് 2, റാങ്ക് 3 അടിക്കാനാണ്. അപ്പോൾ റാങ്ക് 1 ഉള്ള ആൾക്ക് പെട്ടെന്ന് ജോലി കിട്ടും, പെട്ടെന്ന് പ്രൊമോഷൻസ് കിട്ടും. താഴോട്ടുള്ള റാങ്കിൽ അത് കുറയുമല്ലോ. അപ്പൊ ഇത് നമ്മൾ പറയുന്നത് കമ്പാരിസൺ വെച്ചിട്ടാണ് പറയാ. കമ്പയർ ചെയ്യും, താരതമ്യം ചെയ്യും. GDP എന്ന് പറയുന്ന സംഭവം അത് തന്നെയാണ്. GDP വളർന്നോ GDP ചുരുങ്ങിയോ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ മുൻകാല വർഷത്തെ GDP യെ കമ്പയർ ചെയ്തുകൊണ്ട് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താണ് GDP എന്നുള്ളത്. ഈ ടോപ്പിക്കിൽ വളരെ വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തൽക്കാലം നിങ്ങൾ അതൊന്ന് കാണുക. അതിന് ഏറ്റവും ബേസിക് ലെവൽ ഞാൻ പറഞ്ഞുതരാം. ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ, ഇപ്പൊ നിങ്ങൾ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എന്താ പറയാ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, സമ്പദ് വ്യവസ്ഥയുടെ ഒരു ഇൻഡിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷം കിട്ടുന്ന ശമ്പളമായിരിക്കും അല്ലെ, ആനുവൽ ഇൻകം ആയിരിക്കും. നിങ്ങൾക്ക് ഒരു വർഷം 10 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നു, അല്ലെങ്കിൽ ഇപ്പൊ KS ഓഫീസേഴ്സിനൊക്കെ 10-11 ലക്ഷം രൂപയാണ് ശമ്പളം കിട്ടാൻ പോകുന്നത് ഒരു വർഷത്തേക്ക്. അപ്പോ അതാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ ശമ്പളം എന്ന് പറയുന്ന പോലെ, അയാളുടെ ആസ്തി എന്ന് പറയുന്ന പോലെ ഒരു രാഷ്ട്രത്തിനെ സംബന്ധിച്ച് ആ രാഷ്ട്രത്തിന്റെ ഒരു വർഷത്തെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ് GDP എന്ന് പറയുന്നത്. അതായത് ഒരു രാഷ്ട്രത്തിൽ, ശ്രദ്ധിക്കുക, ഡൊമസ്റ്റിക്, രാഷ്ട്രത്തിന്റെ ഉള്ളിലുള്ള കേസാണ്, ആന്തരികമായിട്ടുള്ള കേസാണ്, ആഭ്യന്തരമായിട്ടുള്ള കേസാണ് പറയുന്നത്. ഒരു രാഷ്ട്രത്തിനുള്ളിൽ ഒരു വർഷം ഉണ്ടാവുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്, ഇതിന്റെ ഏകദേശം വാല്യൂ ആണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇപ്പൊ ഒരു കമ്പനി ഒരു വർഷം എത്രത്തോളം കാര്യങ്ങൾ സർവീസും ഗുഡ്സും പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നത് തത്തുല്യമായിട്ടുള്ള ഒരു രാഷ്ട്രത്തിനെ സംബന്ധിക്കുന്ന കണക്കാണ് GDP. ഇതിനെപ്പറ്റി വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ടെക്നിക്കാലിറ്റിയിലേക്ക് പോകുന്നത് ഏകദേശം നമ്മൾ മനസ്സിലാക്കാം. ഇവിടെ ഇത് എന്തിനാ ഈ GDP നമ്മൾ പഠിക്കുന്നത് എന്ന് ആലോചിക്കേ. ഇപ്പൊ ഇന്ത്യയാണോ അമേരിക്കയാണോ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ കമ്പയർ ചെയ്യണം. ഇന്ത്യയുടെ GDPയും അമേരിക്കയുടെ GDP വെച്ച് കമ്പയർ ചെയ്യും. അല്ല, ഇന്ത്യയാണോ പാകിസ്ഥാനാണോ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ GDPയെക്കാളും 10 മടങ്ങാണ് ഇന്ത്യയുടെ GDP. ഇന്ത്യയാണ് ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി അല്ലെ. അപ്പൊ ഇത്തരത്തിലൊരു രാഷ്ട്രത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ പൊരുൾ അറിയാൻ, അല്ലെങ്കിൽ അതിനെ ഒന്ന് അനലൈസ് ചെയ്യാൻ നമ്മൾ പ്രധാനമായിട്ട് GDP ഉപയോഗിക്കാം. ഇപ്പം ഭൂട്ടാൻ പോലുള്ള രാജ്യങ്ങൾ GDPയേക്കാൾ അവർ ഉപയോഗിക്കുന്നത് ഗ്രോസ് ഹാപ്പിനെസ് ഇൻഡെക്സ് ആണ്. ഹാപ്പിനെസ്സിനാണ് അവർ മുൻതൂക്കം കൊടുക്കുന്നത് അല്ലെ. പക്ഷെ ഇതിൽ ഒരു മാത്തമാറ്റിക്കൽ സംഭവം അല്ല, ഇതിന് പോരായ്മകളുണ്ട്. പക്ഷെ ഇന്ത്യയൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ്? GDP ആണ്. GDP. അപ്പൊ പ്രോഗ്രസ് കാർഡ് ഇടുന്ന പോലെ നമ്മൾ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഗവൺമെന്റ് സർവീസ് കയറുകയാണ്, നിങ്ങൾക്ക് ഓരോ വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ശമ്പളം കൂടി വരണം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാവി ജീവിക്കാൻ നോക്കില്ല. അതുകൊണ്ടാണ് ഗവൺമെന്റ് കൃത്യമായിട്ട് പേ കമ്മീഷൻ റിവിഷൻ കൊണ്ട് എന്ത് ചെയ്യുന്നത്? ശമ്പളം കൂട്ടുന്നത് എല്ലാവരുടെ അല്ലെ. കാര്യം ഇൻഫ്ലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഓർമ്മയുണ്ട്, കുട്ടിക്കാലത്ത് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സമൂസ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്നാക്സ് ആണ്. സമൂസയ്ക്ക് ഒരെണ്ണം 2.5 രൂപയായിരുന്നു. 2.5 രൂപ. അപ്പം 5 രൂപ തന്നു വിടും. 2 സമൂസ കഴിക്കുക, അതാണ് നമ്മുടെ കണക്ക്. ഇപ്പൊ ഒരു സമൂസ വേണമെങ്കിൽ 10 രൂപയാവും. 10 രൂപയാവും. ഒരേ സാധനത്തിന് 4 ഇരട്ടിയാണ് ഇപ്പൊ വില കൂടിയിട്ടുള്ളത് അല്ലെ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശമ്പളവും ഓരോ വർഷം കഴിയുമ്പോൾ കൂടി വന്നെങ്കിൽ മാത്രമേ ഈ പണപ്പെരുപ്പത്തെ, ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞ ഈ സംഭവത്തിനെ ബീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഗവൺമെന്റ് സ്ഥിരമായിട്ട് ശമ്പളം ഇങ്ങനെ കൂട്ടി കൊണ്ടുവരുന്നത്. ഓരോ വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇൻക്രിമെന്റ് കൂടും, പിന്നെ പേ കമ്മീഷൻ റിപ്പോർട്ട് വരും അല്ലെ. അത് അവിടെ ഇരിക്കട്ടെ. അപ്പൊ അതുപോലെ ഒരു രാഷ്ട്രത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ
ഇൻഡിക്കേഷൻ ആണ് GDP. ഈ വർഷം GDP എത്ര ശതമാനം ഗ്രോ ചെയ്തു കഴിഞ്ഞ വർഷത്തേക്ക്? അതാണ് ചോദ്യം അല്ലെ? അപ്പൊ ആ രാഷ്ട്രം GDP ഉയർന്നെങ്കിൽ അത് നന്നായിട്ട് വളരുന്നുണ്ട്, താഴ്ന്നെങ്കിൽ മോശമായിട്ട് വളരുന്നുണ്ട്. ഇത് പിന്നെ ഇലക്ഷനെ വരെ ബാധിക്കും അല്ലെ? ഗവൺമെന്റ് പറയുന്നതാണ് കേരളത്തിൽ GDP ഇത്രയും വളർന്നു, സ്റ്റേറ്റ് പറയാണ് ഇന്ത്യയുടെ GDP ഇത്രയും വളർന്നു, അങ്ങനെ പറഞ്ഞെങ്കിൽ മാത്രമേ അടുത്ത ഇലക്ഷനർക്ക് വോട്ട് പോലും കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ GDP കാൽക്കുലേഷന് നമ്മൾ നേരത്തെ പ്രശ്നമുണ്ട്. GDP വളർന്നോ അതോ തളർന്നോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുൻകാല വർഷത്തെ GDP അതിനെ കമ്പയർ ചെയ്യണം. നമ്മൾ എപ്പോഴും കമ്പാരിസണിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വർഷമായിരിക്കണം അല്ലെ? ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, രണ്ട് തരത്തിലുള്ള GDP കാൽക്കുലേഷൻ ആണ് ഉള്ളത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ GDP നോമിനലും, അത് നോമിനൽ GDP എന്ന് പറയും, മറ്റൊന്ന് റിയൽ GDP എന്ന് പറയും. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടു അല്ലെ, ഇപ്പോ ഗ്യാസിനും ഒക്കെ ഭയങ്കര വില കൂടിയിരിക്കുക ഈ വർഷം. അപ്പൊ ഒന്ന് ആലോചിക്കുക, ഈ വർഷം ഒരൊറ്റ എക്സാമ്പിൾ വെച്ച് ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പൊ യുദ്ധമൊക്കെ നടന്നുകൊണ്ട് എന്താ പറയാ, ഗ്യാസിന് അല്ലെ പെട്രോളിന് ലിറ്ററിന് 200 രൂപയാണ് സങ്കല്പിക്കുക. കഴിഞ്ഞ വർഷം പെട്രോളിന് 100 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഈ വർഷം 200 രൂപയെ. അപ്പൊ നമ്മൾ ആ ലോജിക്ക് വെച്ച് ആലോചിക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്ത പെട്രോൾ 100 എന്നുള്ള 200 ഇരട്ടിയായി. അപ്പൊ ഇന്ത്യൻ GDP വളർന്നു, അങ്ങനെ പറയാൻ നമുക്ക് പറ്റുമോ? ഗുഡ്സിന്റെ വാല്യൂ ഇരട്ടിയായി, പക്ഷേ അത് നല്ലൊരു കാര്യമാണോ? അല്ല. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, നമ്മൾ തൊട്ട് മുൻപുള്ള വർഷത്തിനെ വെച്ച് GDP കമ്പയർ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഒരു സ്റ്റേബിൾ ആയ ഒരു വർഷത്തെ വെച്ചുകൊണ്ട് GDP കമ്പയർ ചെയ്യാം. ഓക്കെ, അപ്പൊ കഴിഞ്ഞ വർഷം ഈ വർഷം ഭയങ്കര പണപ്പെരുപ്പം വരുവാണ്. അപ്പം കണക്ക് വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം മോണിറ്ററി വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് കൂടുന്നുണ്ട് എന്നും പറഞ്ഞ GDP ഗ്രോ ചെയ്ത് രാഷ്ട്രം പുരോഗമിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മൾ എപ്പോഴും GDPയുടെ ഗ്രോത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു ബേസ് ഇയറിനെ വെച്ചിട്ടായിരിക്കും. ആ ബേസ് ഇയർ എന്ന് പറയുമ്പോൾ തൊട്ട് മുമ്പുള്ള വർഷം ആയിരിക്കില്ല, അത്യാവശ്യം എക്കണോമി സ്റ്റേബിൾ ആയിട്ടിരുന്ന മാന്യമായിട്ട് കാര്യങ്ങളെല്ലാം പൊക്കോണ്ടിരുന്ന വർഷമാണ് ബേസ് ഇയർ നമ്മൾ പൊതുവെ എടുക്കാം. ഓക്കെ, ഇതാണ് റിയൽ GDP എന്ന് പറയുന്നത് അല്ലെ? നോമിനൽ GDP എന്ന് പറയുമ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസിന്റെ ബേസിസിലാണ് നോമിനൽ GDP പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ റിയൽ ആയിട്ടുള്ള GDP എന്ന് പറയുമ്പോൾ നമ്മളൊരു ബേസ് ഇയർ വെച്ചുകൊണ്ട് എടുക്കാനായിട്ട്. ഈ ബേസ് ഇയർ നമ്മൾ നേരത്തെ പറഞ്ഞു, അതൊരു സ്റ്റേബിൾ ആയിട്ട് എക്കണോമി ഗ്രോ ചെയ്ത ഒരു വർഷമായിരിക്കണം. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മള് ക്ലാസ്സിലൊക്കെ എടുക്കുമ്പോൾ നിങ്ങളിപ്പോ സ്ഥിരമായിട്ട് ക്ലാസ് കേട്ടുള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് അറിയാം പൊതുവെ ബേസ് ഇയർ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 2011 2012. അപ്പൊ ഈ വർഷം GDP എത്ര ഗ്രോ ചെയ്തു എന്നുള്ളത് അറിയാനായിട്ട് നമ്മൾ 2011-12 വർഷത്തെ GDP വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത് അല്ലെ? ഇത് 2015 ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. പക്ഷെ ഒന്ന് ആലോചിക്കും, ഇത് 2026 ഇത്രയും വർഷം കഴിഞ്ഞു, ഇനിയിപ്പോ ഈ പഴയ ഡേറ്റ ഇനി ഉപയോഗിക്കുന്നതിനകത്ത് പ്രസക്തി ഉണ്ടോ? ഇല്ല. അപ്പൊ പുതിയ ഡേറ്റ് നമുക്ക് കിട്ടണം. അപ്പൊ ഇവിടുത്തെ മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ 2019 നമുക്ക് കോവിഡ് അടിച്ചു, അതൊരു അബ്നോർമൽ വർഷമാണ് 2019 കോവിഡ് എന്ന് പറയുമ്പോൾ. അതിനുശേഷം വന്ന വർഷങ്ങളിലും കോവിഡിന്റെ ഇമ്പാക്ട് ഉണ്ടായിരുന്നു. അപ്പൊ ആ വർഷങ്ങളിൽ സാമ്പത്തികമായിട്ട് സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു വർഷമാണ്. അപ്പൊ നമുക്ക് ഇനി പുതിയതായിട്ടുള്ള ഒരു ബേസ് ഇയർ, അതായത് നല്ല ലക്ഷണമൊത്ത അത്യാവശ്യം രാജ്യം സ്റ്റേബിൾ ആയിട്ട് പോയ ഒരു ഇയർ എന്ന് പറയുന്നത് 2022-23. അതുകൊണ്ട് ഇനി മുതൽ നമ്മൾ ബേസ് ഇയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് 2022-23 ആണ്. ഓർത്ത് വെച്ചോ, നിങ്ങളുടെ പഴയ എക്കണോമിക്സ് ടെക്സ്റ്റ് ബുക്കുകളും നോട്ടുകളും എല്ലാം വെട്ടിത്തിരുത്തുക. അതിനകത്തെല്ലാം 2011-12 എന്നാണ് നടക്കുന്നത്. പക്ഷെ പുതിയ ബേസ് ഇയർ 2022-23 ആണ്. ഇന്ന് നമുക്ക് റാങ്ക് മേക്ക് ചെയ്യാൻ പറ്റിയൊരു ചോദ്യമാണ്. അടുത്ത ചോദ്യം വരാം, ഇത് ആരാണ് ഇതൊക്കെ നിശ്ചയിക്കുന്നത് അല്ലെ? മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ആണ്. ഓക്കെ, കോവിഡിന് ശേഷമുള്ള ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള വർഷമാണത്. അഡീഷണൽ ഡേറ്റ് ഇവിടെ കൊടുത്തിരുന്നു, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അപ്പോ ഈ വർഷം GDP കാൽക്കുലേഷനകത്ത് നമ്മൾ ബേസ് ഇയർ പുതിയത് ഒരെണ്ണം കൊണ്ടുവന്നു. നമ്മൾ കണ്ടു 2022-23 പുതിയ ബേസ് ഇയർ നമ്മൾ കൊണ്ടുവന്നു. അപ്പം നമ്മുടെ ടോപ്പിക് കവർ ചെയ്തു, നമ്മൾ എന്ത് ഉദ്ദേശിക്കാൻ വന്ന ടോപ്പിക് കവർ ചെയ്തു. പക്ഷേ ഇന്ന് റാങ്ക് മേക്കിംഗ് ആവാൻ പോകുന്ന ചില മിസ്ലേനിയസ് പോയിന്റുകൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഈ വീഡിയോ പെട്ടെന്ന് നിങ്ങൾ വൈൻഡപ്പ് ചെയ്യാം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, രാജ്യം, മാർക്കറ്റ്, ലോകം ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ നമ്മൾ GDP ക്ലാസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡിജിറ്റൽ സർവീസസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ, ടാലി പോലെയുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ടല്ലോ, അതൊന്നും നമ്മൾ കണക്കാക്കുന്നില്ല. പക്ഷെ ഇന്നത്തെ ലോകത്തിന് പിടിച്ചു നിൽക്കണമെങ്കിൽ സോഫ്റ്റ്വെയറുകൾ വേണം. SAS എന്ന് പറയും. നിങ്ങൾക്കുള്ള ഹോംവർക്ക് SaaS, ഇതിന്റെ ഫുൾ ഫോം ഒന്ന് കമന്റ് ചെയ്തേ. അടുത്ത IT വരാൻ പോകുന്ന ചോദ്യം ഇതാണ്, SaaS എന്താണ് ഇത്? ഇതിന്റെ ഫുൾ ഫോം ഒന്ന് കമന്റ് ചെയ്തേ. എത്ര ആൾക്കാർ അറിയാൻ നോക്കട്ടെ. അറിയാത്ത ആൾക്കാർ കമന്റ് സെക്ഷൻ ചെക്ക് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ യൂബർ, ഓല പോലെയുള്ള ഫുഡ് ഡെലിവറി സർവീസസ്, ഈ സ്വിഗ്ഗി, സൊമാറ്റോ ഫുഡ് ഡെലിവറി സർവീസസ്, ഈ ഗിഗ് പ്ലാറ്റ്ഫോം എന്ന് പറയും അല്ലെ, ഊബർ, ഓല, സ്വിഗ്ഗി. പിന്നെ ഗ്രീൻ എനർജി ഇൻഫ്രാസ്ട്രക്ചർ, എല്ലാവരും വീട്ടിൽ സോളാർ പാനൽ വെച്ചോണ്ടിരിക്കണം. ഞാൻ സോളാർ പാനൽ വെക്കുന്നതിനെ പറ്റി ആലോചിച്ചോണ്ടിരിക്കുക. നിങ്ങളുടെ അഭിപ്രായം അത് തന്നെ കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, കറണ്ട് ബിൽ ഇങ്ങനെ കൂടിക്കൊണ്ടെന്ന് ശരിയാവില്ലല്ലോ. അപ്പൊ ഇതാണ്
ഈ വർഷത്തെ GDP കാൽക്കുലേഷനിൽ പുതിയതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇപ്പോൾ കുറെ കൂടെ ആക്യുറേറ്റ് ആണ് ഇനിയുള്ള വർഷങ്ങൾക്ക് GDP കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിന്റെ ഒരു റിഫ്ലക്ഷൻ ഈ പറയുന്ന പോലെ കേരളത്തിലും ഉണ്ടാവും. രാഷ്ട്രം GDPയുടെ ബേസ് ഇയർ മാറ്റി കഴിഞ്ഞാൽ കേരളവും ബേസ് ഇയർ മാറണം. കേരളവും ഉടൻ തന്നെ 2022-23 എന്ന് പറയുന്ന ബേസ് ഇയറിലേക്ക് കേരളത്തിന്റെ സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് മാറ്റും, ഒരു സംശയമില്ല. ഇവിടെ കേരള എക്കണോമിയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള റാങ്ക് മേക്കിംഗ് ചോദ്യമുണ്ട്. എന്താണെന്നറിയോ? കേരളത്തിൽ ഈ പറയുന്ന പോലെ എന്ത് മെത്തഡോളജിയുടെ ബേസിസിലാണ് ഈ നാഷണൽ ഇൻകം കാൽക്കുലേഷൻ, സ്റ്റേറ്റ് ഇൻകം കാൽക്കുലേഷൻ നടത്തുന്നത് എന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇൻകം ഒറിജിനേറ്റിംഗ് അപ്രോച്ച് എന്നുള്ളതാണ് മനസ്സിലാക്കി വയ്ക്കുക. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യാം. അത്രയും ഡെപ്തിൽ ക്വസ്റ്റ്യൻ വന്നു നമുക്ക് അറ്റൻഡ് ചെയ്യണമല്ലോ. അപ്പൊ എന്താണ് ഇൻകം ഒറിജിനേറ്റിംഗ് അപ്രോച്ച്? കാര്യം കേരളം ഈ അപ്രോച്ച് ആണ് ഈ ഇത്തരം മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാം വരാൻ പോവുകയാണ്. അത് പഴുതടച്ച് പഠിക്കാനായി നിങ്ങൾക്ക് ധാരാളം ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇനി വരാൻ പോകുന്ന ഭാവിയിൽ വരാൻ പോകുന്ന 10th +2 ഡിഗ്രി ലെവൽ എക്സാംസ് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അതിന് നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ട്രെയിനിങ് തരാൻ ഇതുപോലെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. നിങ്ങൾക്ക് സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ റെക്കോർഡായിട്ട് കിട്ടുകയും ചെയ്യും. അതിനോടൊപ്പം ഓരോ മാറ്റങ്ങളും PSC പരീക്ഷയിൽ ഓരോ മാറ്റങ്ങളും നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിൽ കൂടെ അപ്ഡേറ്റ് ചെയ്ത് തരുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ലോങ് ടേം അൾട്രാ ബാച്ചുകൾ ആരംഭിച്ചിട്ടുള്ളത്. പഴുതടച്ച് ഏറ്റവും അപ്ഡേറ്റഡ് ആയി തന്നെ പഠിക്കാം. 10th +2 ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് ഒറ്റ ബാച്ച് മതി നിങ്ങൾക്ക്. ഓക്കെ, അപ്പോ ഓൾ ദ ബെസ്റ്റ്. അപ്പൊ നമ്മൾ നേരത്തെ വന്ന ചോദ്യം എന്താണ് SAAS? ഇത് കമന്റ് ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്.